നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ യാത്രക്കാരുടെ പേടി സ്വപ്നമായ അരൂരിലാണ്. പൊടിയും വെയിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കും. ആലപ്പുഴ വഴി കടന്നുപോകുന്ന ഏതൊരു യാത്രക്കാരനും ഈ റൂട്ടിനെക്കുറിച്ച് പറയാൻ പരാതികൾ മാത്രമേ ഉണ്ടാകൂ. പക്ഷേ ഈ കഷ്ടപ്പാടുകൾക്കിടയിലും തലയുയർത്തി നിൽക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഭീമൻ കോൺക്രീറ്റ് തൂണുകൾ കണ്ടോ? ഇതാണ് നാളത്തെ കേരളം. അരൂർ മുതൽ തുറവൂർ വരെ നീളുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേകളിലൊന്ന് ഇവിടെ ഉയരുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ 13 കിലോമീറ്റർ പാതയുടെ നിർമ്മാണം, ഇതിന്റെ പ്രത്യേകതകൾ, ഇപ്പോൾ പണി എവിടെ വരെയായി എന്നെല്ലാം നമുക്ക് വിശദമായി കാണാം. വെൽക്കം ടു ദ വീഡിയോ. ഇതൊരു വെറും പാലമല്ല, കേരളത്തിന്റെ മുഖഛായ മാറ്റാൻ പോകുന്ന ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. 12.75 കിലോമീറ്റർ ദൂരം ഒറ്റത്തൂണിൽ സിംഗിൾ പിയർ ടെക്നോളജി ഉയരുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേകളിലൊന്ന്. 1600 കോടി രൂപയുടെ ഈ മെഗാ പ്രോജക്റ്റ് നമ്മുടെ കൺമുന്നിൽ അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അരൂർ, ചന്തിരൂർ, എരമല്ലൂർ, കുത്തിയതോട്, തുറവൂർ തുടങ്ങിയ തിരക്കേറിയ ജംഗ്ഷനുകൾക്ക് മുകളിലൂടെയാണ് ഈ പാത കടന്നുപോകുന്നത്. നിലവിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിന് ഇതോടെ ശാശ്വത പരിഹാരമാകും ലോക്കൽ യാത്രക്കാർക്ക്. താഴെയുള്ള റോഡിലൂടെയും ദീർഘദൂര യാത്രക്കാർക്ക് സിഗ്നലുകളില്ലാതെ മുകളിലെ ആകാശപാതയിലൂടെയും സുഗമമായി യാത്ര ചെയ്യാം. നിർമ്മാണം പൂർത്തിയായാൽ അരൂരിൽ നിന്ന് തുറവൂർ എത്താൻ വെറും 10 മുതൽ 15 മിനിറ്റ് വരെ സമയം മതിയാകും. അശോക ബിൽഡ്കോൺ കമ്പനിയാണ് ഈ മെഗാ പ്രോജക്റ്റിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. രാപ്പകലില്ലാതെ പണി നടക്കുമ്പോഴും നിലവിൽ ഇതുവഴിയുള്ള യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. റോഡിലെ കുഴികളും പൊടിശല്യവും ഗതാഗത നിയന്ത്രണങ്ങളും വലിയ വെല്ലുവിളിയാണെങ്കിലും ഈ നീല ടാർപോളിൻ പുതച്ച പില്ലറുകൾക്കും ഗേഡറുകൾക്കും ഇടയിലൂടെയുള്ള ഇന്നത്തെ ദുരിതയാത്ര നാളത്തെ സുഖകരമായ ഹൈവേ യാത്രയ്ക്കുള്ള കാത്തിരിപ്പാണ്. ഏകദേശം 2026ഓടെ നിർമ്മാണം പൂർത്തിയാക്കി ഈ പാത നാടിന് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ വികസന കുതിപ്പിന് വേഗം കൂട്ടുന്ന ഈ ആകാശപാത യാഥാർത്ഥ്യമാകുന്ന ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് പറയാനുള്ളത് ഒരേയൊരു കാര്യമാണ്: സഹിക്കുക, ക്ഷമിക്കുക. റോഡിലെ കുഴികളും അസഹനീയമായ പൊടിശല്യവും മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്കും യാത്രക്കാരെ ശരിക്കും വലയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ കാണുന്ന അസൗകര്യങ്ങളെല്ലാം താൽക്കാലികമാണ് സുഹൃത്തുക്കളെ. ഒരു വലിയ മാറ്റത്തിന് വേണ്ടിയുള്ള ചെറിയ വിട്ടുവീഴ്ചകൾ. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ദുരിതം പഴയൊരു കഥ മാത്രമായി മാറും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അരൂരിൽ നിന്ന് തുറവൂരെത്താൻ തിരക്കുള്ള സമയങ്ങളിൽ എത്ര നേരമെടുക്കും? ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. എന്നാൽ ഈ ആകാശപാത വരുന്നതോടെ കഥ മാറും. വെറും 10 മുതൽ 15 മിനിറ്റ്, അതാണ് കണക്ക്. സമയം മാത്രമല്ല, ഇന്ധനവും ലാഭം. താഴെ ലോക്കൽ ട്രാഫിക്കും മുകളിൽ എക്സ്പ്രസ് ഹൈവേയും. കേരളം ഇതുവരെ കാണാത്ത വേഗതയാകും ഇനി ഇവിടെ. ഈ പൊടിയും വെയിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കും താണ്ടി നാം എവിടേക്കാണ് പോകുന്നത്? ഒരു വലിയ മാറ്റത്തിലേക്കാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തു നിന്നും വടക്കോട്ട് കുതിക്കാൻ ഇനി തടസ്സങ്ങളില്ല. ഇന്നത്തെ ഈ കഷ്ടപ്പാടുകൾ നാളത്തെ നല്ല യാത്രകൾക്ക് വേണ്ടിയുള്ളതാണ്. 2026ഓടെ സിഗ്നലുകളില്ലാതെ, ബ്രേക്കിടാതെ നമുക്ക് ആകാശത്ത് കൂടി പറക്കാം. കേരളം കണ്ട ഏറ്റവും വലിയ ഹൈവേ വിപ്ലവത്തിന് സാക്ഷിയാകാൻ തയ്യാറെടുത്തോളൂ. ഇതാണ് കേരളം കാത്തിരുന്ന എഞ്ചിനീയറിംഗ് വിസ്മയം. ദേശീയപാത 66ലെ ഏറ്റവും ചിലവേറിയതും വലുതുമായ നിർമ്മാണം. അരാരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ. പുകളായ അരൂർ, ചന്തിരൂർ, എരമല്ലൂർ, തുറവൂർ ഇവയെല്ലാം ഒഴിവാക്കി 13 കിലോമീറ്ററോളം ദൂരം ഇനി ആകാശത്തു കൂടി സഞ്ചരിക്കാം. ശ്രദ്ധിക്കുക, ഇതൊരു സാധാരണ പാലമല്ല. താഴെ നിലവിലുള്ള 4 വരി പാത, മുകളിൽ പുതിയ 6 വരി പാത, ആകെ 10 വരികൾ. കൂറ്റൻ ക്രെയിനുകളും നൂതനമായ ഗേഡർ ലോഞ്ചിംഗ് സംവിധാനങ്ങളും ഉപയോഗിച്ച് രാപ്പകലില്ലാതെയാണ് ഇവിടെ പണി നടക്കുന്നത്. യാത്രക്കാരുടെ സമയം ലാഭിക്കുക, ഇന്ധനം ലാഭിക്കുക, അപകടങ്ങൾ കുറയ്ക്കുക. ലക്ഷ്യങ്ങൾ പലതാണ്.
പണി പൂർത്തിയാകുന്നതോടെ കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള ദൂരം വെറും നിമിഷങ്ങൾ കൊണ്ട് താണ്ടാം. അതെ, വികസനം അതിൻ്റെ പൂർണ്ണ വേഗതയിലാണ്. ഇതാണ് കേരളം ഉറ്റുനോക്കുന്ന ആകാശവിസ്മയം, അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ. 13 കിലോമീറ്ററോളം നീളത്തിൽ ആകാശത്ത് കൂടിയൊരു ഹൈവേ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? താഴെ റോഡിലെ കുരുക്കിൽ കിടക്കുമ്പോൾ മുകളിലേക്കൊന്ന് നോക്കിയാൽ കാണാം പണി ദ്രുതഗതിയിൽ നടക്കുന്നത്. സിംഗിൾ പില്ലർ ടെക്നോളജി ആയതുകൊണ്ട് താഴെ റോഡിന് വീതി കുറയുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പണി തീർന്നാൽ പിന്നെ ആലപ്പുഴ ടു എറണാകുളം യാത്ര വെറും സ്മൂത്ത് ആയിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.
1670 കോടി രൂപ. അതാണ് ഈ പദ്ധതിയുടെ ചെലവ്. കേരളത്തിലെ ദേശീയപാതാ വികസനത്തിലെ ഏറ്റവും വലിയ തുകയാണിത്. 12.75 കിലോമീറ്റർ നീളം. ഇത്രയും നീളത്തിൽ തുടർച്ചയായി പോകുന്ന ഒരു ആകാശപാത കേരളത്തിൽ വേറെയില്ല. ഇതൊരു അത്ഭുതമാണ്. ചതുപ്പ് നിലങ്ങൾക്ക് മുകളിലൂടെ, കായലുകൾക്കരികിലൂടെ തലയുയർത്തി നിൽക്കുന്ന കോൺക്രീറ്റ് വിസ്മയം. ഇതൊക്കെ പറയുമ്പോഴും നിലവിലെ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഇതുവഴിയുള്ള യാത്ര നരകതുല്യമാണ്. റോഡ് പലയിടത്തും തകർന്നു കിടക്കുന്നു. മഴക്കാലത്ത് ചെളിയും വേനൽക്കാലത്ത് പൊടിയും. ഇരുചക്ര വാഹനക്കാർക്കാണ് ഏറ്റവും വലിയ ദുരിതം. സർവീസസ് റോഡുകൾക്ക് വീതി കുറവായതുകൊണ്ട് ഒരു ചെറിയ വണ്ടി കേടായി കിടന്നാൽ പോലും കിലോമീറ്ററുകളോളം ബ്ലോക്കാകുന്ന അവസ്ഥയാണ്. പക്ഷേ നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയുന്നത് പോലെ ഈ കഷ്ടപ്പാട് നാളത്തെ നല്ല യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ ധനമായി നമുക്ക് കാണാം. അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഈ ആകാശപാത പൂർത്തിയാകുന്നതോടെ കേരളത്തിൻ്റെ ഗതാഗത ഭൂപടം തന്നെ മാറും. കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിലേക്കും അവിടെ നിന്ന് തെക്കൻ കേരളത്തിലേക്കുമുള്ള യാത്ര അതിവേഗത്തിലാകും. ടൂറിസം മേഖലയ്ക്കും ഇതൊരു വലിയ ഉണർവാകും. 226-ൽ ഈ പാലത്തിലൂടെ വണ്ടി ഓടിക്കുന്ന ആ നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഈ വലിയ നിർമ്മാണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.